ഹലോ. എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് 35 വർഷമായി. ഈ 35 വർഷത്തെ കഥകളിൽ അമ്മ ഒരു മീൻകറിയുടെ കഥ എപ്പോഴും പറയാറുണ്ട്. അമ്മയുടെ കല്യാണത്തിൻ്റെ തലേന്ന് വെച്ച മീൻകറി. അന്നത്തെ കാലത്ത് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടായിരുന്നു ഫുഡും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള സമയമില്ല, നമ്മളൊട്ടും മെനക്കെടാറുമില്ല. അപ്പം ആ മീൻകറി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. ആ സമയം കൊണ്ടിട്ട് തന്നെ വേറൊരു പാത്രത്തിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് നല്ല പോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്തത് നമ്മളുടെ ഈ കടുക് പൊട്ടിച്ചതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. ഒരു കാരണവശാലും അടിയിൽ പിടിക്കരുത്. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി നന്നായിട്ട് കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മീൻചട്ടി ഏതാണോ അതിലേക്ക് കറിവേപ്പിലയും കുടംപുളിയും നമ്മൾ ഉപയോഗിക്കുന്ന ഫിഷ്, നെയ്മീനോ കേരയോ മോതയോ ഏതാണോ ഫിഷ് ഉപയോഗിക്കുന്നത് അത് ഇട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്വാദ് ആ മീനിലേക്ക് നന്നായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന അരപ്പിൻ്റെയും ഈ കറിവേപ്പിലയുടെയും കുടംപുളിയുടെയൊക്കെ സ്വാദ് നന്നായിട്ട് ആ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഇതിങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് തിളപ്പിക്കുക. പക്ഷേ ആവി കയറുന്ന വെള്ളം ഒരു കാരണവശാലും ഈ മീനിലേക്ക് വീഴാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് ശേഷം തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം നല്ല വാഴയിലയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ള തുണി കൊണ്ടിട്ടോ ചുറ്റി വെക്കുക. ഇത് പിറ്റേ ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം.